ലഹരിവിരുദ്ധ ഞായർ ആചരിച്ചു. കത്തോലിക്ക സഭയുടെ ആഹ്വാനപ്രകാരമാണ് ലഹരിവിരുദ്ധ ഞായർ ആചരിച്ചത്. KCPC മദ്യവിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ലഹരിവിരുദ്ധ പ്രചരണത്തിനും തുടക്കമായി. കേരള കത്തോലിക്ക സഭയുടെ ആഹ്വാനപ്രകാരമാണ് ലഹരിവിരുദ്ധ ഞായർ ആചരിച്ചത്. KCPC മദ്യവിരുദ്ധ സമിതി കൊല്ലം രൂപതാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജ്യോതിർഗമയ ലഹരിവിരുദ്ധ പ്രചാരണ പരിപാടികൾക്കും തുടക്കം കുറിച്ചു. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു എന്ന ക്രിസ്തുവചനം അടിസ്ഥാനമാക്കി ലഹരിയുടെ ഇരുട്ടിൽ നിന്നും ജീവന്റെ പ്രകാശത്തിലേക്ക് എന്ന സന്ദേശവുമായാണ് പ്രചാരണം നടത്തുന്നത്. രൂപതാതല ഉദ്ഘാടനം കോവിൽത്തോട്ടം മേക്കാട് കൈകെട്ടിയ ഈശോയുടെ കുരിശടിയിൽ KCPC മദ്യവിരുദ്ധ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ബിനു തോമസ് ലഹരി വിമോചന ദീപം തെളിച്ച് നിർവഹിച്ചു. സമൂഹം നേരിടുന്ന ഈ വെല്ലുവിളിക്കെതിരെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് ദീപം തെളിയിക്കുവാൻ സാധിക്കുന്നു എന്നുള്ളത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് കാണുകയാണ്. ഈ മണ്ണിൽ നിന്നാണ് ഈ നാടിൻ്റെ വിവിധ പ്രദേശങ്ങളിലേക്ക് വിശ്വാസം കടന്നുപോയത്. ഇന്ന് വിശ്വാസികളെ, കുടുംബങ്ങളെ, പൊതുസമൂഹത്തെ, വളർന്നു വരുന്ന തലമുറകളെ നശിപ്പിക്കുന്ന ഈ സാത്താനെതിരെ, ലഹരി എന്ന തിന്മയ്ക്കെതിരെ പോരാടുവാനായിട്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിൽക്കാം. ക്രിസ്തു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ലഹരിയും മദ്യവും അന്ധകാരമാണ് എങ്കിൽ ആ അന്ധകാര ശക്തി ഉള്ളിടത്ത് ക്രിസ്തുവിൻ്റെ ദീപം നമ്മൾ തെളിച്ചാൽ, യേശുവിനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ഭവനങ്ങളിൽ നിന്ന്, ആ സമൂഹത്തിൽ നിന്ന്, ആ ഇടങ്ങളിൽ നിന്നൊക്കെ ആ അന്ധകാരം ഒഴിഞ്ഞു പോകുമെന്ന് നമുക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ലഹരി വിപത്തിനെതിരെ ക്രിയാത്മകമായി പ്രതികരിച്ച ലഹരി വിമുക്ത സമൂഹത്തിനായുള്ള പ്രവർത്തനങ്ങളും പോരാട്ടങ്ങളും ശക്തമാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. സമിതി രൂപതാ പ്രസിഡന്റ് യോഹന്നാൻ ആന്റണി അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി AJ ഡിക്രൂസ്, ലൂർദുമാത സെൻട്രൽ സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ പെറ്റ്യൂള മേരി, ലൂർദുമാത ഹയർ സെക്കൻഡറി സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സിസ്റ്റർ നിസീറ്റ മേരി, സിസ്റ്റർ മാത്യു മേരി, പഞ്ചായത്ത് അംഗം ജെയിംസ് ജോസഫ്, അജപാലന സമിതി ഭാരവാഹികളായ അജുകുമാർ, വിൻസെന്റ് ജി, ഷീജ അഗസ്റ്റിൻ എന്നിവർ പങ്കെടുത്തു. ദിവ്യബലി, ബോധവൽക്കരണ സന്ദേശം, ലഹരിവിരുദ്ധ പ്രതിജ്ഞ എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി. പുകയില തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബങ്ങളെയും മാനവരാശിയെ തന്നെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹ്യമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന ന്യൂസ് ബ്യൂറോ, ചവറ.